പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. മുൻ രാജ്യസഭാ എംപിയും മുതിർന്ന നേതാവുമായ ഡോക്ടർ ശാന്തനു സെൻ പാർട്ടിയുടെ ദേശീയ വക്താവ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ വനിതാ വിഭാഗം അധ്യക്ഷ കലോലി ഘോഷ് ദസ്തിദാർ പാർട്ടിയുടെ എല്ലാ പദവികളും രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ശാന്തനു സെന്നും പദവി ഒഴിഞ്ഞത്. പാർട്ടിയിലെ അഴിമതികൾക്കും അനീതികൾക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജിക്ക് അയച്ച കത്തിൽ കടുത്ത ഭാഷയിലാണ് ശാന്തനു സെൻ പാർട്ടിയെ വിമർശിച്ച് രംഗത്ത് വന്നത്. പല വിഷയങ്ങളിലും വ്യക്തിപരമായ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും മാധ്യമങ്ങളിൽ പാർട്ടിയെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇനി അതിന് മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൊൽക്കത്തയിലെ ആർജി കാർ മെഡിക്കൽ കോളേജിൽ നടന്ന ജൂനിയർ ഡോക്ടറുടെ ക്രൂരമായ പീഡനവും കൊലപാതകവും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം. മുമ്പ് ഈ വിഷയത്തിൽ കോളേജ് പ്രിൻസിപ്പാളിനും ആരോഗ്യവകുപ്പിനുമെതിരെ സംസാരിച്ചതിന് അദ്ദേഹത്തെ വക്താവ് സ്ഥാനത്ത് നിന്നും താത്കാലികമായി മാറ്റി നിർത്തിയിരുന്നു മമതാ ബാനർജി. തൃണമൂൽ കോൺഗ്രസിന്റെ അധാർമിക പ്രവൃത്തികളെയും അഴിമതികളെയും ബംഗാളിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിനാൽ ജനവിധിയെ മാനിച്ചുകൊണ്ട് താൻ വക്താവ് സ്ഥാനം ഒഴിയുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പാർട്ടി അംഗത്വം രാജിവെച്ചിട്ടില്ല. ഇന്നലെ പാർട്ടിയിലെ മറ്റൊരു മുതിർന്ന നേതാവും ലോക്സഭാ എംപിയുമായ കാഗോലി ഘോഷ് ദസ്തിദാർ മഹിളാ TMC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. കൂടാതെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും 20 എംപിമാരും അതോടൊപ്പം തന്നെ 50 MLA-മാർ ഉടൻ BJP-യിലേക്ക് പോകുമെന്ന വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ യുഗത്തിന് സ്വന്തം നേതാക്കൾ തന്നെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ആ പാർട്ടിയുടെ ലോക്സഭാ അംഗബലം നോക്കുമ്പോൾ 29 എംപിമാർ, അതിൽ 19 മുതൽ 20 പേർ ഉടൻ BJP-യിലേക്ക് പോകാനായിട്ട് റെഡിയായി തന്നെ നിൽക്കുന്നുണ്ട്. ഭാവിയിൽ കൂറുമാറ്റം നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എംപിമാരെ അയോഗ്യരാക്കണം എന്നൊക്കെ പറഞ്ഞ് മമത പറയാതിരിക്കാനും അങ്ങനെ രംഗത്ത് വരാനും എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. 100-ൽ കൂടുതൽ കൗൺസിലർമാർ കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ രാജിവെക്കുകയും ബട്ട്പാറയിൽ 35-ൽ 30 പേർ രാജിവെച്ചു. കൂടാതെ ചെയർപേഴ്സൺ അടക്കം തൃണമൂൽ കോൺഗ്രസിനോട് രാജിവെച്ചത് 30-ൽ കൂടുതൽ ആളുകൾ. ഡയമണ്ട് ഹാർബറിൽ അഭിഷേക് ബാനർജിയുടെ കോട്ടയായ ഡയമണ്ട് ഹാർബറിലേക്ക് വരുമ്പോൾ 8 കൗൺസിലർമാർ രാജിവെച്ചിട്ടുണ്ട്. 2021-ൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ സുവേന്ദു അടക്കം കുറച്ചു പേരാണ് BJP-യിലേക്ക് ചേക്കേറിയതെങ്കിൽ 2026 ആയപ്പോൾ കളി മാറി മറിയുന്ന കാഴ്ചയാണ് പശ്ചിമ ബംഗാളിൽ കാണുന്നത്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായതോടെ 19 എംപിമാരും 50 MLA-മാരുമാണ് BJP-യിലേക്ക് കൂടണയാനായി കണ്ണുനട്ട് കാത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഓരോ ആളുകളും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും അവരുടെ പദവി രാജിവെച്ച് കൂട്ടത്തോടെ BJP-യിലേക്ക് പോകാനുള്ള ഒരു കാഴ്ചയാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്.